വ്യത്യസ്തമായ രൂപങ്ങൾ കൊണ്ട് ആകാശത്തിൽ ദൃശ്യവിസ്മയങ്ങൾ തീർക്കുന്ന പ്രകൃതിയുടെ മനോഹരമായ കലാസൃഷ്ടികളാണ് മേഘങ്ങൾ. ആകാശമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് മേഘങ്ങളായിരിക്കാം. ഈ അതീന്ദ്രിയ വിസ്മയങ്ങൾ നമ്മെ ആകർഷിക്കുക മാത്രമല്ല, ഭൂമിയുടെ ആവാസ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മഴയിലൂടെ ലോകമെമ്പാടും ശുദ്ധജലം എത്തിക്കുന്നത് മേഘങ്ങളാണ്. മേഘങ്ങളില്ലായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം കരഭാഗങ്ങളും ഇന്ന് വറ്റി വരണ്ട മരുഭൂമികളായിട്ട് കിടക്കുമായിരുന്നു. സൂര്യന്റെ പൊള്ളുന്ന ചൂടിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും മേഘങ്ങൾ നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. അതുപോലെ രാത്രിയിൽ ചൂട് തങ്ങി നിർത്താനും മേഘങ്ങൾ ഒരു പരിധിവരെ സഹായകരമാണ്. മേഘങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാവസ്ഥകൾ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് മേഘങ്ങൾ. ഭൂമിയിൽ മേഘങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന കാലാവസ്ഥകൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ പ്രകൃതിയിൽ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മേഘങ്ങൾ. പക്ഷേ അത്രയും പ്രധാനപ്പെട്ട ഈ മേഘങ്ങൾ എത്ര തരത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പല രൂപങ്ങളിലും മേഘങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നവയായിരിക്കാം. ചിലപ്പോൾ നിലത്ത് മുട്ടി നിൽക്കുന്നതുമായിരിക്കാം. ചില മേഘങ്ങൾ ചെറിയൊരു സ്ഥലത്തിൽ ഒതുങ്ങുന്നതായിരിക്കാം. എന്നാൽ ചിലത് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം വ്യാപിക്കാം. ചില മേഘങ്ങൾ നിരുപദ്രവകാരികളാണെങ്കിൽ ചിലത് ഭയാനകമായ ഇടിമിന്നലുകളും പേമാരിയും കൊടുങ്കാറ്റുമൊക്കെ കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ എത്ര തരം മേഘങ്ങൾ ഉണ്ടെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. മേഘങ്ങളെ പ്രധാനമായും മൂന്നായി തിരിച്ചിട്ടുണ്ട്: സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. രോമത്തിന്റെ ചെറിയ കെട്ടുകൾ എന്നാണ് സിറസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ. കാരണം ഇവ അത്രയേറെ കനം കുറഞ്ഞ മേഘങ്ങളാണ്. കനം കുറവെന്ന് വെച്ചാൽ ചില സിറസ് മേഘങ്ങൾക്ക് ഏതാനും ചില മൈക്രോമീറ്റേഴ്സ് കട്ടി മാത്രമേ ഉണ്ടായിരിക്കൂ. ഇവയുടെ പരമാവധി കട്ടി പോലും ഏതാനും ചില ശതമീറ്റേഴ്സ് മാത്രമാണ്. ഇവ തന്നെയാണ് ഏറ്റവും കട്ടി കുറഞ്ഞ മേഘതരങ്ങൾ. കട്ടി കുറഞ്ഞത് മാത്രമല്ല, സാധാരണ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നതും ഈ മേഘങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 15,000 അടി മുതൽ 30,000 അടി ഉയരങ്ങളിലാണ് സാധാരണ സിറസ് മേഘങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ ചിലപ്പോൾ 50,000 അടി ഉയരത്തിൽ വരെ സിറസ് മേഘങ്ങൾ എത്താറുണ്ട്. ഇത്രയും ഉയരത്തിലായതിനാൽ ഇവയിൽ സാധാരണ ജലകണികകൾക്ക് പകരം ഐസ് ക്രിസ്റ്റൽസ്, അതായത് മഞ്ഞു പരലുകളാണ് ഉണ്ടായിരിക്കുക. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലായതിനാൽ ജെറ്റ് സ്ട്രീംസ് എന്ന ശക്തമായ കാറ്റ് കാരണം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മേഘങ്ങളും സിറസ് മേഘങ്ങളാണ്. 160 km/h കൂടുതൽ വേഗത്തിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും. പൊതുവെ ഇവ ശാന്തമായ കാലാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വൻതോതിൽ സിറസ് മേഘങ്ങൾ കാണപ്പെടുകയാണെങ്കിൽ അവയ്ക്ക് പിന്നാലെ കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് അർത്ഥം. വ്യതിയാനമെന്ന് പറയുമ്പോൾ ശക്തമായ മഴയും അതിനോടനുബന്ധിച്ച കാലാവസ്ഥയും വരാനാണ് സാധ്യത. രാത്രി സമയത്തിൽ ട്രോപ്പിക് മേഖലകളിൽ 70% സിറസ് മേഘങ്ങളായിരിക്കാം. സൺ ഹാലോ എന്ന മനോഹരമായ പ്രതിഭാസത്തിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടായിരിക്കാം. സൂര്യന് ചുറ്റും വളയം പോലെ കാണപ്പെടുന്ന പ്രതിഭാസമാണ് സൺ ഹാലോ. ഈ വിസ്മയാവഹമായ കാഴ്ചയ്ക്ക് രൂപം നൽകുന്നത് മിക്കവാറും സിറസ് മേഘങ്ങളായിരിക്കാം. നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, മാർസ്, ടൈറ്റൻ, ട്രൈറ്റൺ അങ്ങനെ ഭൂമിക്ക് പുറത്ത് മറ്റ് ലോകങ്ങളിലും സിറസ് മേഘങ്ങളെ കണ്ടിട്ടുണ്ട്. മറ്റ് ലോകങ്ങളിൽ മാത്രമല്ല, ബഹിരാകാശത്തിലും സിറസ് മേഘങ്ങളുണ്ട്. പക്ഷെ ഈ മേഘങ്ങൾക്ക് ഭൂമിയിലെ സിറസ് മേഘങ്ങളുടെ രൂപസാദൃശ്യമുണ്ടെങ്കിലും അവ ഭൂമിയിൽ കാണപ്പെടുന്ന സിറസ് മേഘങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായിരിക്കാം. പഞ്ഞിക്കെട്ട് പോലിരിക്കുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. സാധാരണ ആകാശത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മേഘങ്ങളെയായിരിക്കാം. 1000 അടി മുതൽ 7000 അടി ഉയരം വരെയാണ് സാധാരണ ക്യുമുലസ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. പൊതുവെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇവയിൽ മഞ്ഞു പരലുകളും ഉണ്ടായിരിക്കും, ജലകണികകളും ഉണ്ടായിരിക്കും, സൂപ്പർ കൂൾഡ് ജലവും ഉണ്ടായിരിക്കും. ആകാശത്തിൽ വ്യാപിക്കുന്നതിന് പകരം സാധാരണ ക്യുമുലസ് മേഘങ്ങൾ മുകളിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. 100 കണക്കിന് മീറ്റേഴ്സ് മുതൽ ഏതാനും ചില കിലോമീറ്ററുകളോളം വ്യാസം മാത്രമേ ക്യുമുലസ് മേഘങ്ങൾക്കുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഇവയ്ക്ക് വരികളായിട്ട് രൂപം കൊള്ളാൻ കഴിയും. ഈ വരികൾക്ക് 100 കണക്കിന് കിലോമീറ്ററുകളോളം വ്യാപിക്കാനാകും. ക്യുമുലസ് മേഘങ്ങളുടെ ഈ വരികൾക്ക് ക്ലൗഡ് സ്ട്രീറ്റ്സ് എന്നാണ് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7000 അടി ഉയരത്തിൽ വരെ ഉണ്ടാകുന്ന തരം മേഘങ്ങളാണ് സ്ട്രേറ്റസ് മേഘങ്ങൾ. ഇവയ്ക്ക് പൊതുവെ ഗ്രേയും വൈറ്റും കലർന്ന നിറമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ആകൃതിയും ഇവയ്ക്കുണ്ടായിരിക്കില്ല. ഈ മേഘങ്ങൾക്ക് ക്യുമുലസ് മേഘങ്ങളെക്കാൾ താഴെ വരാൻ കഴിയും. താഴെ എന്ന് വെച്ചാൽ നിലവുമായിട്ട് മുട്ടി നിൽക്കാനാകും. അതിനെയാണ് നമ്മൾ മൂടൽ മഞ്ഞ് എന്ന് പറയുന്നത്.
മേഘം മൂടിക്കിടക്കുന്നുവെന്നും മഴക്കോളുണ്ടെന്നുമൊക്കെ സാധാരണ പറയുമ്പോൾ അത് ശരിക്കും ഈ മേഘമായിരിക്കാനാണ് സാധ്യത. 100 കണക്കിന് കിലോമീറ്ററുകളോളം ദൂരം വരെ ഇവയ്ക്ക് വ്യാപിക്കാൻ കഴിയും. മൊത്തം ഇരുട്ട് മൂടിയതുപോലത്തെ പ്രതീതിയൊക്കെ തോന്നിക്കുമെങ്കിലും സ്ട്രാറ്റസ് മേഘങ്ങൾ പൊതുവെ ചെറിയ രീതിയിലുള്ള മഴയാണ് നൽകുന്നത്. തുടർച്ചയായിട്ടുള്ള സമാനമായ രൂപമാണ് സ്ട്രാറ്റസ് മേഘങ്ങൾക്ക്. അതിനാൽ തന്നെ ഇവയെ ഭൂമിയുടെ പുതപ്പെന്നും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇവ ഭൂമിയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നും. ഫ്ലൈറ്റ് ഡിലേസ് വരുന്നതും ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നതുമെല്ലാം മിക്കവാറും സ്ട്രാറ്റസ് മേഘങ്ങൾ കാരണമായിരിക്കാം. ഈ പറഞ്ഞ 3 തരവും ഏറ്റവും അടിസ്ഥാനപരമായ മേഘങ്ങളാണ്. ഈ മേഘങ്ങളിൽ തന്നെ പല പല ഉപവിഭാഗങ്ങളുണ്ട്. അതിനു പുറമെ നിലനിൽക്കുന്ന ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈ, മിഡിൽ, ലോ എന്നീ 3 തരങ്ങളായും മേഘങ്ങളെ തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഹൈ ക്ലൗഡ്സ്. ഏകദേശം 20,000 അടിക്ക് മുകളിലുള്ള മേഘങ്ങളാണ് ഹൈ ക്ലൗഡ്സ്. സിറോ ക്ലൗഡ്സ് എന്നും ഇവയെ പറയാറുണ്ട്. 3 തരം മേഘങ്ങളാണ് ഈ മേഖലയിലുള്ളത്: സിറസ്, സിറോ സ്ട്രാറ്റസ്, സിറോ ക്യൂമുലസ്. സിറസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. സിറോ സ്ട്രാറ്റസ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി സിറസ് മേഘങ്ങളാണ്. പക്ഷേ അവയുടെ രൂപം സ്ട്രാറ്റസ് മേഘങ്ങൾക്ക് സമാനമായിരിക്കും. അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലകളിൽ രൂപം കൊള്ളുന്ന ക്യൂമുലസ് മേഘങ്ങളാണ് സിറോ ക്യൂമുലസ് ക്ലൗഡ്സ്. ഇവയ്ക്ക് സാധാരണ ക്യൂമുലസ് മേഘങ്ങളെക്കാൾ കട്ടി വളരെ കുറവായിരിക്കും. ഏകദേശം 7,000 അടി മുതൽ 20,000 അടി ഉയരം വരെയുള്ളവയാണ് മിഡിൽ ക്ലൗഡ്സ്. ഈ മേഘങ്ങളെ ആൾട്ടോ ക്ലൗഡ്സ് എന്നും പറയാറുണ്ട്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ത്തട്ടിലായിരിക്കും ഇത്തരം മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. എന്നാൽ പിന്നീട് അവ മിഡിൽ മേഖലയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നതാണ്. ആൾട്ടോ ക്യൂമുലസും ആൾട്ടോ സ്ട്രാറ്റസുമാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട 2 തരം മേഘങ്ങൾ. ലോ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും മുകളിലെത്തുന്ന ക്യൂമുലസ് മേഘങ്ങളാണ് ആൾട്ടോ ക്യൂമുലസ്. അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലെത്തുന്ന സ്ട്രാറ്റസ് മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ്. അവസാനമായി 7,000 അടിക്കും താഴെയുള്ള മേഘങ്ങളാണ് ലോ ക്ലൗഡ്സ്. ഇതിൽ പ്രധാനമായും 3 തരം മേഘങ്ങളുണ്ട്: സ്ട്രാറ്റസ്, ക്യൂമുലസ്, സ്ട്രാറ്റോ ക്യൂമുലസ്. ഇതിൽ ആദ്യത്തെ 2 എണ്ണത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. സ്ട്രാറ്റോ ക്യൂമുലസ് എന്നത് പേര് പോലെ തന്നെ സ്ട്രാറ്റസ് മേഘങ്ങളുടെയും ക്യൂമുലസ് മേഘങ്ങളുടെയും ഒരു തരം മിശ്രിതമാണ്. പ്രത്യക്ഷത്തിൽ ഇവയും നേരത്തെ പറഞ്ഞ ആൾട്ടോ സ്ട്രാറ്റസും ഏകദേശം ഒരേപോലെയാണെന്ന് തോന്നും. പക്ഷേ സ്ട്രാറ്റോ ക്യൂമുലസ് മേഘങ്ങൾക്ക് പൊതുവെ വൈറ്റ് നിറവും ആൾട്ടോ സ്ട്രാറ്റസിന് ഗ്രേ നിറവുമായിരിക്കും. ഇനി മേഘങ്ങളെ മറ്റൊരു തരത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതാണ് നിംബസ് ക്ലൗഡ്സ്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ മഴ നൽകുന്ന മേഘങ്ങളെയാണ് നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും 2 മേഘങ്ങളുണ്ട്: നിംബോ സ്ട്രാറ്റസും ക്യുമുലോ നിംബസും. ഇതിൽ ക്യുമുലോ നിംബസ് ആണ് സകല മേഘങ്ങളിലും വെച്ച് ഏറ്റവും അപകടകരമായ മേഘങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. എന്തെന്നാൽ ശക്തമായ കൊടുങ്കാറ്റുകൾ, ഭയാനകമായ ചുഴലിക്കാറ്റുകൾ, അതിഭീകരമായ പേമാരികൾ, ഭീതിജനകമായ ഇടിമിന്നലുകൾ, അങ്ങനെ ഏറ്റവും തീവ്രമായ കാലാവസ്ഥകളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും എല്ലാം പിന്നിൽ ക്യുമുലോ നിംബസ് മേഘങ്ങൾ ഉണ്ടായിരിക്കാം. ഇവയുടെ ഉയരമാണ് മറ്റൊരു വലിയ പ്രത്യേകത. ഏതാനും ചില 1000 അടി ഉയരങ്ങളിലായിരിക്കും ഒരു ക്യുമുലോ നിംബസ് മേഘം തുടങ്ങുന്നത്. എന്നാൽ ഒരു ശരാശരി ക്യുമുലോ നിംബസ് മേഘം ചെന്ന് അവസാനിക്കുന്നത് ഏകദേശം 30,000 അടി ഉയരത്തിനും മുകളിലായിരിക്കും. അപ്പോൾ ഇവയാണ് ഏറ്റവും കട്ടി കൂടിയ മേഘങ്ങൾ. ചില ക്യുമുലോ നിംബസ് മേഘങ്ങൾക്ക് 75,000 അടിയിൽ കൂടുതൽ ഉയരത്തിലെത്താനാകും. 75,000 അടി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ പറക്കുന്ന പരമാവധി ഉയരം പോലും 42,000 അടിയാണ്. അടുത്തത് നിംബോ സ്ട്രാറ്റസ്. ഏകദേശം 1000 അടി മുതൽ 20,000 അടി ഉയരം വരെ എത്തുന്ന മേഘങ്ങളാണ് നിംബോ സ്ട്രാറ്റസ്. ക്യുമുലോ നിംബസ് കഴിഞ്ഞാൽ പിന്നെ ഇവ തന്നെയാണ് ഏറ്റവും കട്ടി കൂടിയ മേഘങ്ങൾ. ഇവ കനത്ത മഴ നൽകുന്നതിന് പകരം ഒരേ അളവിൽ തുടർച്ചയായി മഴ നൽകുന്ന മേഘങ്ങളാണ്. പൊതുവെ ഇടിമിന്നലുകൾ ഉണ്ടാകാത്ത മേഘങ്ങളാണ് നിംബോ സ്ട്രാറ്റസ് മേഘങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ക്യുമുലോ നിംബസ് മേഘങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവ പൊതുവെ ശാന്തമായ മേഘങ്ങളാണ്. ഇനി ഈ പറഞ്ഞ മേഘതരങ്ങൾക്ക് പുറമെ ഈയിടെ തിരിച്ചറിഞ്ഞ മറ്റൊരു തരം മേഘമാണ് ആസ്പെരിറ്റാസ്. വയലന്റായ തിരമാലകൾ പോലെ തോന്നിക്കുന്ന ഈ മേഘരൂപീകരണത്തെ കാണാൻ വളരെ മനോഹരമാണ്. ഈ മേഘങ്ങൾ അത്യപൂർവവുമാണ്. ഈ മേഘങ്ങളെക്കുറിച്ച് നിലവിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും തന്നെ അറിയില്ല. ഇനി ചില മേഘപ്രതിഭാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലെൻഡിക്കുലാർ ക്ലൗഡ്സ്. ഡിസ്ക് ആകൃതിയിലുള്ള ഈ മേഘങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നവയാണ്. മലനിരകൾക്കിടയിലൂടെ വീശുന്ന കാറ്റ് കാരണമാണ് ലെൻഡിക്കുലാർ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവ ഒരിടത്ത് തന്നെ നിൽക്കുന്നത്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ആകൃതി ആകെ മാറും. യുഎഫോളജി പോലെയുള്ള സ്യൂഡോ സയൻസുകളിൽ വിശ്വസിക്കുന്ന പലരും അന്യഗ്രഹ ജീവികളുടെ പേടകമായിട്ടൊക്കെ ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. മോർണിംഗ് ഗ്ലോറി ക്ലൗഡ്സ്. ലോകത്തിലാകെ ഓസ്ട്രേലിയയിലെ ഗൾഫ് ഓഫ് കാർപ്പന്റേരിയ എന്ന ഉൾക്കടലിൽ മാത്രമാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്.
വളരെ വിചിത്രവും കൗതുകകരവുമായ ഈ മേഘങ്ങൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നത് ഇതുവരെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കെൽവിൻ ഹെൽംഹോൾട്സ് ക്ലൗഡ്സ്. അന്തരീക്ഷത്തിൽ വ്യത്യസ്ത വേഗതകളിൽ ചലിക്കുന്ന വായുവിന്റെ 2 പാളികൾ കാരണമാണ് തിരമാലകളുടെ ചിഹ്നം പോലെ തോന്നിക്കുന്ന ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. നോക്ടിലൂസെന്റ് ക്ലൗഡ്സ്. ലോകത്തിൽ ഏറ്റവും അപൂർവമായി മാത്രം കാണപ്പെടുന്ന മേഘങ്ങൾ ഇവയാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങളും ഇവ തന്നെ. മുകളിൽ എന്ന് വെച്ചാൽ ഏകദേശം 3 ലക്ഷം അടി ഉയരങ്ങളിലാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത്. സൂര്യൻ അസ്തമിച്ചതിനു ശേഷവും ഉദിക്കുന്നതിന് മുന്നേയുമുള്ള ട്വിലൈറ്റ് സമയങ്ങളിലാണ് വിസ്മയാവഹമായ ഈ മേഘങ്ങളെ കാണാൻ കഴിയുന്നത്. ക്യാപ് ക്ലൗഡ്സ്. പേര് പോലെ തന്നെ ഇത് മറ്റു മേഘങ്ങളുടെ മുകളിൽ തൊപ്പി പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ്. മേഘങ്ങളിൽ നിന്നും ഈർപ്പമുള്ള വായു പെട്ടെന്ന് മുകളിലേക്ക് ഉയരുമ്പോഴാണ് ഇത്തരം മേഘങ്ങൾ ഉണ്ടാകുന്നത്. മാമറ്റസ് ക്ലൗഡ്സ്. വലിയ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുണ്ടാകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് സാധാരണ ഇത്തരം മേഘങ്ങൾ ഉണ്ടാകുന്നത്. തണുത്ത വായുവിന്റെ സാന്ദ്രത കൂടുതലായതിനാൽ അവ താഴേക്ക് മുങ്ങുമ്പോഴാണ് ബാഗുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലത്തെ രൂപമുള്ള ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. കോൺട്രയിൽസ്. ഇത് ശരിക്കും യഥാർത്ഥ മേഘങ്ങളല്ല. ഒരുപാട് ഉയരങ്ങളിലൂടെ എയർക്രാഫ്റ്റുകൾ പറന്നു പോകുമ്പോൾ അവ പോയ പാതയിൽ ഒരു വര വീണ് കിടക്കുന്നത് കാണാം. അതാണ് കോൺട്രയിൽസ്. എയർക്രാഫ്റ്റിന്റെ എക്സോസ്റ്റിൽ നിന്നും പുറത്തുവരുന്ന ചൂടുവാതകം അന്തരീക്ഷത്തിലെ തണുത്ത വായുവുമായി ചേർന്ന് തണുത്തുറയുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് കോൺട്രയിൽസ് ഉണ്ടാകുന്നത്. നാട്രിയസ് ക്ലൗഡ്സ്. പല വർണ്ണങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന ഈ മേഘങ്ങൾ ധ്രുവപ്രദേശങ്ങളിൽ വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ മുഴുവൻ ഐസ് ക്രിസ്റ്റൽസ് ആണ്. ഈ ക്രിസ്റ്റൽസിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ അത് സങ്കീർണമായി റിഫ്രാക്റ്റ് ചെയ്യപ്പെടുന്നതിനാലാണ് ഇതിൽ പല വർണ്ണങ്ങളും കാണാൻ കഴിയുന്നത്. ഈ മേഘങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഓസോൺ പാളിക്ക് വളരെ ദോഷമാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ഐസ് ക്രിസ്റ്റലിനും 1 ലക്ഷം ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കാനാകും. ആർക്കസ് ക്ലൗഡ്സ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ ലെവലിലാണ് ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇവ വളരെ ഡ്രാമാറ്റിക്കായ അനുഭൂതി നൽകുന്ന മേഘങ്ങളാണ്. കാരണം ഇത് ദൂരെ നിന്ന് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു വലിയ സുനാമി വരികയാണെന്ന് തോന്നും. ഇതിലേത് മേഘങ്ങളെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.